എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ചാനലിനകത്താണ് നമ്മൾ അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഇഷിതയുടെയും മഹേഷിന്റെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പേര് വന്ന് ചോദിച്ചു, ഇപ്പൊ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെ ഒന്നും വിശേഷങ്ങൾ ഇടുന്നില്ല എന്ന്. അപ്പൊ ആ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. അപ്പൊ ആ വിശേഷങ്ങൾ കാണുന്നവര് ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ, ഗൗതം കണ്ണു തുറക്കുവാണ്. കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ് അങ്ങോട്ടേക്ക് നന്ദ വരുന്നേ. നന്ദ കഴിഞ്ഞപ്പോൾ നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം നന്ദയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ്. പിന്നീട് നന്ദ പറഞ്ഞു, കിടന്നോ ഗൗതം സാർ, എഴുന്നേക്കണ്ടാന്ന് പറയാണ്. ഈ സമയം ഗൗതം ചോദിച്ചു, അല്ല മോൾക്കൊന്നും പറ്റിയില്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ സുഖമായിട്ടിരിക്കണം എന്ന് പറയാണ്. അല്ല മോന്, അതെ ഗൗരിമോളും നന്ദൂട്ടനും കൂടെ അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാം. അവർക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം. ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു പറയാണ്. ഈ സമയം ഗൗതം ചോദിച്ചു, നന്ദയ്ക്ക് ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിക്കുക. എന്ത് ബുദ്ധിമുട്ട്? എന്റെ മോളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലല്ലേ ഇങ്ങനെ സംഭവിച്ചേ. അപ്പൊ ഞാൻ നന്ദി പറയേണ്ട ഗൗതം സാറിനോട് അല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം ഗൗതത്തിനൊന്ന് എഴുന്നേക്കണം എന്നൊക്കെയുണ്ട്. പെട്ടെന്ന് എഴുന്നേക്കാൻ തുടങ്ങുന്ന സമയത്ത് നന്ദ ഓടി അങ്ങോട്ട് വന്ന് ഗൗതത്തിനെ പിടിക്കണം. ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട്, വേണ്ട എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ ആ കട്ടലിന്റെ ക്ലാസ്സിലേക്ക് ചാരി എടുത്തുവാണ്. പിന്നീട് ഗൗതം പറഞ്ഞു, എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു പറയാണ്. എന്നെ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് അങ്ങോട്ടേക്ക് ആക്കിയാൽ മതിയായിരുന്നു പറയണം. അവിടെ മതിയായിരുന്നു, അവിടെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പറയാം. ഇതിപ്പോ നന്ദയ്ക്ക് ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിക്കുക. എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഒരു കാര്യം ഞാൻ കഴിക്കാൻ ഫുഡ് കൊണ്ടിട്ടെന്ന് ചോദിക്കാം. ഇപ്പൊ വിശപ്പില്ലാന്ന് പറയണേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല മോനെന്തിയെ? അവനുണ്ട്, ഇപ്പൊ തന്നെ ഞാൻ അവനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് നന്ദ അകത്തേക്ക് പോയി. പിന്നീട് നന്ദുവിനെ വിളിക്കണം. നന്ദു ഓടി വന്നു. പപ്പ കണ്ണു തുറന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഓടി വന്ന് ഗൗതം വിളിച്ചു, അല്ല പപ്പ എങ്ങനെയുണ്ട്? പപ്പയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുക. എനിക്കൊരു കുഴപ്പമില്ല. മോന് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്താ, ഞാൻ ഗൗരിയോടൊപ്പം കളിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയാം. ശരി, മോൻ പോയി കളിച്ചോളാൻ പറയാണ്. ഈ സമയത്താണ് ഗൗതത്തിന്റെ ഫോൺ അടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയാ വിളിക്കണേ. എന്താ മറുപടി പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഗൗതം അടുത്ത് താൻ വിളിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആകെപ്പാടെ പ്രശ്നത്തിലാവും. തൽക്കാലത്തേക്ക് കോൾ എടുക്കാതിരിക്കുന്ന ബുദ്ധി എന്ന് കരുതിയിട്ട് കോൾ എടുത്തില്ല. പിന്നീട് ഗൗതം എന്ത് ചെയ്യണം, പതുക്കെ അവിടെ കിടക്കുകയാണ്. ഈ സമയം നന്ദ അകത്തേക്ക് പോയിട്ട് ആണ് ജോലികളൊക്കെ ചെയ്യണോടോ, അടുക്കള ജോലികളൊക്കെ ചെയ്യണമെന്ന് കരുതി എല്ലാ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഗൗരിയും നന്ദുവും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവരങ്ങനെ ഗൗതം ഇരിക്കുന്ന മുറി വന്ന് കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗൗതത്തിന്റെ ഫോണും വീണ്ടും ബെല്ലടിച്ചു. അപ്പോഴേക്കും ഗൗതം നല്ല ഉറക്കത്തിലായിരുന്നു. ഈ സമയം നന്ദോട്ടൻ ഓടിപ്പോയി ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയെ വിളിക്കുന്നത്. എൻ്റെ അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഫോൺ എടുക്കുകയാണ്. പിന്നീട് നന്ദുവിനോട് ചോദിച്ചു, അല്ല നന്ദൂട്ടാ, നീയും പപ്പായി എന്തെടുക്കുമെന്ന് ചോദിക്കുക. അത് പിന്നെ ഉണ്ടല്ലോ അമ്മേ, പപ്പായ്ക്ക് ഒരു അപകടമൊക്കെ ഉണ്ടായെന്ന് പറയണ. അപകടം ഉണ്ടായോ? എന്താ അപകടം? പപ്പായുടെ ദേഹം മുറിഞ്ഞു എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടായത്. എന്ത് പറ്റിയതാ മോനെന്ന് ചോദിക്കുക. അതറിയില്ല, കുറച്ച് ഗുണ്ടകളെ ഏത് ആക്രമിച്ചാന്നൊക്കെ ഇവിടെ ആന്റി പറയുന്ന കേട്ടു, ഡോക്ടർ ആന്റി പറയുന്ന കേട്ടു എന്ന് പറയാണ്. അയ്യോടെ മോനെ, ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, അതേ അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ പപ്പായ്ക്ക് കുഴപ്പമൊന്നുമില്ല, പപ്പ ഉറങ്ങുക. ഉറക്കം തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാൻ വിളിക്കാൻ പറയാട്ടോ എന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോ പിങ്കിക്ക് സഹിച്ചില്ല. പിങ്കിക്ക് ആ പട സങ്കടമായിപ്പോയി. കാരണം രാവിലെ കുങ്കുമം താഴെ വീണ് കഴിഞ്ഞപ്പോ തന്നെ വന്നിട്ട് മോഹിനി പറഞ്ഞാണ്, കുങ്കുമം താഴെ വീണത് ശരിയല്ല, എന്തോ ഒരു ദോഷം വരാൻ പോകുന്നതാണ്. ഒരു പക്ഷെ ഗൗതത്തിന് അപകടം പറ്റാനായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ വീട്ടിൽ ആർക്കും അറിയത്തുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഗൗതത്തിന്റെ അരിയിലേക്ക് പോകണം. പക്ഷെ ഇവിടെ എന്ത് പറയും? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അമ്മയ്ക്കൊന്നും സഹിക്കാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു പോവാം. പിന്നീട് പിങ്കി നേരെ അരുന്തിയുടെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ശാന്തിപുരം വരെ ഒന്ന് പോകണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അരുന്തി പറഞ്ഞു, അത് നമ്മളെ പെട്ടെന്ന് അല്ല സുമുഖയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട്. അല്ല ഇപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ, അതുകൊണ്ട് ഞാൻ ശാന്തിപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചെന്ന് പറയാം. എന്നാങ്കിൽ മോള് പോയിട്ട് വാ, കുഴപ്പമൊന്നുമില്ല, നന്ദൂട്ടനെ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഇനി വന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ പിങ്കി പെട്ടെന്ന് തന്നെ ശാന്തിപുരത്തേക്ക് പോരാണ്ട് റെഡിയാവണം. അങ്ങനെ ബാഗെല്ലാം പിറകി പോകാൻ തുടങ്ങുമ്പോഴത്തേനും മോഹിനി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല പിങ്കി നീ ഇത് അങ്ങോട്ടാ പോണെന്ന് ചോദിക്കാം. ഞാൻ ശാന്തിപുരത്തിന് പോകാന്ന് പറയണം. അല്ല അവരിങ്ങോട്ട് വന്നോളൂ അല്ലേ, പിന്നെ നീ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. പോകേണ്ട കാര്യം ഉണ്ടോണ്ടാ പോകുന്നേ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മോൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കാണ്. എനിക്കെന്ത് കുഴപ്പം? എന്നാ പിന്നെ മിണ്ടണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് പിങ്കി ഇച്ചിരി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് ഗൗതം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മോൻ വിളിച്ച് പറഞ്ഞ കാര്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കാണ് നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത്.
നിർമ്മല വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പോയി നിർമ്മലിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. നിർമ്മലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടെ വിഷമിക്കുകയാണ്. ഈ സമയം നിർമ്മല പറഞ്ഞു, ഒരുപക്ഷെ ഗൗതം സാർ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കാം. എനിക്കറിയില്ല നിർമ്മലെ, എൻ്റെ മോളെ നഷ്ടപ്പെടുന്നു വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടെന്ന് നിർമ്മല പറഞ്ഞു, എന്താ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടൊന്നും തോന്നരുത്. എത്രയും പെട്ടെന്ന് മോളെയും കൊണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്ക്. ആ മഞ്ജുള മാഡം വെറുതെ ഇരിക്കില്ല. അവര് ഇച്ചിരി തരികിടയാന്ന് അറിയാലോ. അവരുടെ മോനാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി ഏത് നിമിഷം സംഭവിക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത്. നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറയാ. എങ്ങനെ പോകാനാ? എങ്ങോട്ട് പോകാനാ? നിർമ്മലിന് അറിയാലോ എൻ്റെ അവസ്ഥയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മല വരുന്ന സാരമില്ല പോട്ടെ എന്നൊക്കെ പറയണ. എനിക്കറിയില്ല, എനിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നുക. ഇപ്പൊ തന്നെ ഗൗതം സാർ ഇവിടെ ഉണ്ട്. ഗൗതം സാറിന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഗൗരി ഗൗതം സാറിന്റെ മോളാന്നുള്ള കാര്യം. ഒരു പക്ഷെ ഞാനിത് പറയുവാണെങ്കിൽ ഗൗതം സാറിന് പൊന്നുപോലെ മോളെ നോക്കും. പക്ഷെ അവർക്കൊരു ജീവിതമുണ്ട്. പിങ്കിക്കും നന്ദുവിനും അവർക്കൊരു ജീവിതമുണ്ട്. അവരുടെ ജീവിതം ഞാനായിട്ട് തല്ലിക്കെടുത്തേണ്ട കാര്യമുണ്ടോ? എനിക്കറിയില്ല. ഈ സമയം നിർമ്മല പറഞ്ഞ് വിഷമിക്കാതെ കരയല്ലെന്നൊക്കെ പറയണം. നന്ദ വാവിട്ട് കരയുവാണ് അവിടെ നിന്നിട്ട്. നിർമ്മലിന്റെ അടുത്ത് മാത്രമേ വിഷമങ്ങളൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ. വേറെ ആരോട് പറയാനായിട്ടാണ് തന്റെ വിഷമങ്ങൾ? ഈ കാര്യങ്ങളൊന്നും മറ്റാർക്കും അറിയത്തുമല്ലോ. ഈ പറയുന്ന നളിനിക്ക് പോലും ഗൗതമാണ് വന്നിരിക്കുന്നതെന്നാണ് അറിയത്തില്ല. ഗൗരിയുടെ ആ പപ്പായാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. പിന്നീട് എന്ത് ചെയ്യണം, നിർമ്മല നന്ദയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണം. പോട്ടെ എന്ന് പറഞ്ഞോണ്ട് നന്ദ അത്ര വലിയ കരയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുമാണ് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നത്. നിർമ്മലിന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സഹോദരൻ എന്ന പോലെയുള്ള സ്നേഹമാണ് നന്ദയ്ക്ക് അനുഭവപ്പെടുന്നത്. ഈ സമയത്താണ് ഗൗതം എഴുന്നേക്കുന്ന കട്ടിലേന്ന്. കതുക്കെ എഴുന്നേറ്റ് നന്ദനെ കാണാതെ അങ്ങോട്ട് നോക്കി വരുവാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ കാണുന്ന കാഴ്ച നിർമ്മലിന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നിരിക്കുന്ന നന്ദേനെയാണ്. ആ കാഴ്ച കണ്ടതും ഗൗതത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഒരു പക്ഷെ ആ ഗുണ്ടകൾ പറഞ്ഞ് ശരിയായിരിക്കും. ഇനിയിപ്പം ഇവരുടെ മകളാണോ ഗൗരി? അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു നിമിഷം പോലും നിന്നുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം എന്ന് തീരുമാനിച്ച് ഗൗതം എന്ത് വേണം, നന്ദൂട്ടനെ കൂട്ടിക്കൊണ്ട് അപ്പം തന്നെ അവിടുന്ന് പോവാണ്. നേരെ ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. ഈ സമയം നന്ദി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നിർമ്മലിനോട് തന്റെ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചതിന് ശേഷം ഇരിക്കുന്ന സമയം ഗൗരി അങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അതെ നന്ദൂട്ടിനും പപ്പായും കൂടെ പോയെന്ന് പറയണേ. പോയോ? എങ്ങോട്ട്? അവര് കാറ് കയറി പോയെന്ന് പറയണേ. ഇത് കേട്ട നന്ദ ഓടിച്ചെന്ന് മുറിയിലേക്ക് നോക്കി. മുറിയിൽ ചെന്ന് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല. അല്ല എങ്ങോട്ടാ പോയെന്ന് വല്ലതും പറഞ്ഞോ? അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്കാ പോയെന്ന് പറയാം. ഇത് കേട്ടപ്പം നന്ദയ്ക്ക് മനസ്സിലായി തന്നോട് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിനെന്തെങ്കിലും കാരണം കാണുമായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. ഗൗതം സാറിനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഒന്നാമത്തെ കാര്യം തീരെ വയ്യ ആൾക്ക്. ഈ സമയത്ത് ആരുടെയും പരിചരണം കൂടിയേ തരൂ. അതുകൊണ്ട് ഗൗതം സാറിന്റെ അടുത്തേക്ക് പോവാം എന്നൊക്കെ കരുതിയിട്ട് നന്ദ എന്ത് ചെയ്യാണ്, ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടാളുള്ള അങ്ങോട്ടേക്ക് കൊണ്ടാളുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുവാണ്. നന്ദുവിനും ഗൗതമിനും കഴിക്കണമല്ലോ. ഫുഡൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് അങ്ങനെ അതൊക്കെ ആയിട്ട് നേരെ ഗൗതമിനെ കാണാനായിട്ട് ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. ഈ സമയത്ത് പിങ്കി വിളിച്ചു കഴിഞ്ഞപ്പോൾ നന്ദൂട്ടൻ കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നെ ഗൂഗിൾ മാപ്പ് ഇതൊക്കെ അയച്ചു കൊടുത്തു. ലൊക്കേഷൻ മാപ്പൊക്കെ അയച്ചു കൊടുത്തു. എവിടെ ക്വാർട്ടേഴ്സിന്റെ ലൊക്കേഷൻ മാപ്പ്. അവന് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ. അവൻ കുഞ്ഞു വെച്ചാലും കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം അറിയാവുന്നതിനായതുകൊണ്ട് അവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ ഗൗതം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഗൗതം കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. പിങ്കിനെ കണ്ട് അമ്മയെന്ന് വിളിച്ച് ഓടിച്ചെന്ന് നന്ദൂട്ടൻ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് പിങ്കി വെച്ച് പപ്പ എന്തേന്ന് ചോദിക്കുകയാണ്. ഇതേ പപ്പ അവിടെ കിടക്കുന്നുണ്ട്. പപ്പ മയങ്ങുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, മോൻ്റെ ഒരു കാര്യം ചെയ്ത് മോനൊക്കെ പോയി കളിച്ചോന്നും പറഞ്ഞിട്ട് പിങ്കി ഗൗതത്തിന്റെ അരിയിലേക്ക് വന്നു. ഗൗതത്തിന്റെ അരിയിൽ വന്നിട്ട് ഗൗതത്തിന്റെ അരിയിൽ ഇരിക്കുകയാണ്. പിങ്കിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് ഗൗതത്തിന്റെ കൈയെടുത്ത് ആ കൈയിലേക്ക് ഇങ്ങനെ ഉമ്മ വെക്കുക. ഈ സമയത്താണ് കൃത്യം നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദ ഈ കാഴ്ച കണ്ടതും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ്. കാരണം അവർ തമ്മിലുള്ള സ്വകാര്യ നിമിഷത്തിലേക്ക് താൻ കടക്കേണ്ടിയിരുന്നില്ല. ഗൗതം കണ്ണടച്ച് കിടക്കണോ അതോ കണ്ണു തുറന്ന് കിടക്കണോ എന്ന് നന്ദ കണ്ടില്ല. പക്ഷേ ഇതിൽ പിങ്കി കൈയെടുത്ത് ഉമ്മ വെക്കുന്ന കാഴ്ചയെ കണ്ടേ. ഇത് കണ്ടപ്പോഴത്തേനും നന്ദയ്ക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. നന്ദ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറുവാണ്. തന്നെ ഒരു കാരണവശാലും പിങ്കി കണ്ട. ഇനി പിങ്കി കണ്ടിട്ടുണ്ടെങ്കിൽ അതാ 100 ചോദ്യങ്ങൾക്ക് ഇടവരുത്തും. അത് മാത്രമല്ല അവരുടെ നല്ല കുടുംബജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യും. പെട്ടെന്ന് നന്ദ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും നന്ദുട്ടൻ അങ്ങോട്ട് ചോദിച്ചു, അല്ല ഡോക്ടറാൻ്റെ എന്താ പോവാണെന്ന് ചോദിക്കണം. അതെ ഞാൻ പോവാന്ന് പറഞ്ഞ് നന്ദ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നന്ദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാലം തൻ്റേത് മാത്രമായിരുന്നു താൻ കരുതിയിരുന്ന ഗൗതം സാറാ. പക്ഷെ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ തമ്മിൽ ജീവിതം തുടങ്ങിയെന്ന് പറഞ്ഞാലും അത് കൺമുന്നിൽ കണ്ടു കഴിയുമ്പോഴും ആ ഒരു വിഷമം, ആ ഒരു ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദയ്ക്ക്. ആകെപ്പാടെ വിഷമിച്ച് നന്ദ തിരികെ വീട്ടിലേക്ക് വരുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല. ഇനി പിങ്കി നന്ദ നേർക്കുന്നവരെ ഇനി കണ്ടുമുട്ടുവോ? ഇനിയിപ്പം നന്ദയാണ് ഗൗതത്തിനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ
ഗൗരിമോളുടെ അമ്മയാണ് നന്ദ എന്നുള്ള കാര്യം പിങ്കി അറിയുമോന്നൊന്നും അറിയത്തില്ല. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.